ആദർശത്തിന്റെ ആ സൂര്യ തേജസ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. വിളിയം ഭാർഗവന് ആദരാഞ്ജലികൾ. ആദ്യം പ്രധാന വാർത്തകൾ. CPIയുടെ മുതിർന്ന നേതാവ് വിളിയം ഭാർഗവൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. മൃതദേഹം പട്ടത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. നാളെ തിരുവനന്തപുരം ശാന്തി കവാടത്തിലാണ് സംസ്കാരം. 12 വർഷത്തോളം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വിളിയം ഭാർഗവന്റെ അന്ത്യം ഇന്ന് ഉച്ചയോടെയായിരുന്നു. അനാരോഗ്യം കാരണം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മാറി നിന്ന വിളിയം ഭാർഗവനെ നിരവധി രോഗങ്ങൾ അലട്ടിയിരുന്നു. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹം ഇന്ന് ഉച്ചയോടെയാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലായിരുന്ന ഇദ്ദേഹത്തെ കാണാൻ മുഖ്യമന്ത്രി ഉച്ചയോടെ എത്തിയിരുന്നു. ഇതിനിടെയാണ് മരണം സ്ഥിരീകരിച്ചത്. മരണമറിഞ്ഞ് ആരോഗ്യമന്ത്രി VS ശിവകുമാർ, സ്പീക്കർ G കാർത്തികേയൻ, CPI നേതാക്കളായ C ദിവാകരൻ, CN ചന്ദ്രൻ, CPM നേതാവ് M വിജയകുമാർ എന്നിവർ ആശുപത്രിയിലെത്തി. മെഡിക്കൽ കോളേജിൽ അല്പനേരം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം പട്ടത്തെ വസതിയിലേക്ക് കൊണ്ടുപോയി. നാളെ MN സ്മാരകത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ട് 4 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. മീഡിയ 1 തിരുവനന്തപുരം. ലളിത ജീവിതം കൊണ്ടും ആദർശ നിഷ്ഠ കൊണ്ടും കേരളത്തിന്റെ പൊതുസമൂഹത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു വിളിയം ഭാർഗവൻ. വിളിയം ഭാർഗവന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഒപ്പം അനുസ്മരണത്തിനുള്ള വേദിയൊരുക്കുകയുമാണ് ഇന്ന് മീഡിയ 1 സ്പെഷ്യൽ എഡിഷനിൽ. KG പരമേശ്വരൻ നായർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തെ അനുസ്മരിക്കാൻ തിരുവനന്തപുരത്ത് നിന്നുണ്ട്. മുൻ മന്ത്രിയും CPIയുടെ സമുന്നത നേതാക്കളിൽ ഒരാളുമായി E ചന്ദ്രശേഖരൻ നായർ വിളിയുമായുള്ള അദ്ദേഹത്തിന്റെ അനുഭവം വിവരിക്കാനായി നമ്മോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ളയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ E ചന്ദ്രശേഖരൻ നായർ ദീർഘകാലം പാർട്ടിയിൽ സജീവമായി നിൽക്കുകയും പാർലമെന്ററി മോഹങ്ങൾ വെടിഞ്ഞ് CPIയുടെ രാഷ്ട്രീയ അസ്തിത്വം ഉയർത്തിപ്പിടിക്കുകയും CPIയുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ടി നിതാന്തം പരിശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ് വിളിയം ഭാർഗവൻ. താങ്കൾക്ക് അദ്ദേഹവുമായി ഉണ്ടായിരുന്ന അടുപ്പം, രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ അദ്ദേഹത്തോടൊപ്പം ചിലവിട്ട നിമിഷങ്ങൾ, അതെല്ലാം ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർത്തെടുക്കാമോ? ഞാൻ 1952 പാർട്ടിയിൽ ചേരുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം പാർട്ടിയിലുണ്ടായിരുന്നു. അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടെ പാർട്ടിയിൽ വന്നു. 53 കൊട്ടാരക്കര താലൂക്ക് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിൽ ഭാർഗവനുണ്ടായിരുന്നു, ഞാനും ഒരംഗമായിരുന്നു. പിന്നെ 57 അദ്ദേഹം ചടയമംഗലത്ത് നിന്ന് മത്സരിച്ചു, ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് നിയമസഭയിലുണ്ടായിരുന്നു. അങ്ങനെ വളരെ അടുത്ത ബന്ധം ഞങ്ങൾ തമ്മിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നു. ശ്രീ ചന്ദ്രശേഖരൻ നായർ, നിയമസഭയിലും നിയമസഭയ്ക്ക് അകത്തും പുറത്തും ദീർഘകാലം നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. വിളിയം ഭാർഗവന്റെ ശുണ്ഠിയെക്കുറിച്ച് ഏറെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാഷ്ട്രീയ വൃത്തങ്ങളിൽ. താങ്കൾ അതിന് അനുഭവ സാക്ഷിയുമായിരുന്നിട്ടുണ്ട്. അല്ല, എൻ്റെ കൂടെ ശുണ്ഠിയൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ വളരെ സൗഹൃദത്തോടു കൂടിയായിരുന്നു ഇതേവരെ പെരുമാറിയിട്ടുള്ളത്. പിന്നെ നിയമസഭയിൽ അദ്ദേഹം അന്നത്തെ 57 EMS മന്ത്രിസഭയെ ഡിഫെൻഡ് ചെയ്യുന്നതിന് മുന്നണിയിൽ നിന്ന ഒരാളാണ്. അന്ന് നിയമസഭയിൽ ബഡ്ജറ്റ് പ്രസംഗത്തിലാണെങ്കിൽ പാർട്ടി തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സമയം അനുവദിച്ചു കൊടുക്കുമായിരുന്നു. ബഡ്ജറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിനുള്ള കഴിവ് ഒരു പ്രത്യേകമായിരുന്നു. ശ്രീ ചന്ദ്രശേഖരൻ നായർ, വിളിയം ഭാർഗവന്റെ പൂർവാശ്രമം, ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് പൂർവാശ്രമം ഉണ്ടാകുന്നത് വിളിയം ഭാർഗവന്റെ കാര്യത്തിൽ മാത്രമായിരിക്കും. 3.5 കൊല്ലത്തോളം തലമുണ്ഡനം ചെയ്ത് കാഷായ വസ്ത്രം ധരിച്ച് സന്യാസത്തിന്റെ വഴിയിൽ നടന്നിരുന്നു വിളിയം ഭാർഗവൻ. അവിടെ നിന്നാണ് അദ്ദേഹം ചില കള്ളന്മാരാണ് എല്ലാ സ്ഥലത്തും ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ് വിപ്ലവത്തിന്റെ വഴിയിലേക്ക് മാറുന്നത്. പിന്നീട് അങ്ങോട്ട് ശക്തനായ, കരുത്തനായ, ഒരു തരത്തിലും
വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത ആദർശധീരനായ ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് കേരളം കണ്ടത്. അദ്ദേഹത്തിൻ്റെ പോയ കാലത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഇടയിലെ സൗഹൃദ സംഭാഷണങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ടോ? വെളിയം എന്ന് പറയുന്ന വ്യക്തിത്വത്തെ താങ്കൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ മലയാളികൾക്ക് പരിചയപ്പെടുത്തുക? അദ്ദേഹം സന്യാസമൊക്കെ സ്വീകരിച്ച സമയമൊന്നും ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല. ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന 1952 മുതലാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ബന്ധമില്ല. ഞാൻ പഠിക്കാൻ അണ്ണാ യൂണിവേഴ്സിറ്റിയിലും പിന്നെ ലോ കോളേജിലൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അടുത്ത് പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഈ സന്യാസ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഈ എല്ലാ കാഷായ വസ്ത്രധാരികളെയും അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളിയല്ല എന്നുള്ള മട്ടിലുള്ള അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കൂടുതലും ഞാനുമായിട്ട് ഉള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ്. അതിൽ ആദർശനിഷ്ഠയോടുകൂടി അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അതിൽ ത്യാഗ സന്നദ്ധയോട് നടത്തി. അദ്ദേഹം ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ട് പോലുമില്ല. തിരിച്ചു വരാം ഈ ചന്ദ്രശേഖരൻ നായരിലേക്ക്. KG പരമേശ്വരൻ നായർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ദീർഘകാലത്തെ ബന്ധം വെളിയവുമായി താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടാകണം. കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ദിശ തെറ്റാതെ നോക്കുന്നതിൽ എത്രത്തോളം വലിയ പങ്കാണ് വെളിയം ഭാർഗവനെ പോലുള്ള ഒരു നേതാവ് വഹിച്ചിരിക്കുന്നത്? വെളിയം ഭാർഗവൻ ഇടതുപക്ഷ ഐക്യത്തിൻ്റെ ശക്തനായ ഒരു വക്താവും ഊർജ്ജസ്വലനായ ഒരു പ്രയോക്താവുമായിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം എന്നും അത് വളരെ ജാഗരൂകരായിട്ട് തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. തൻ്റെ പാർട്ടിക്ക് പങ്കാളിത്തമുള്ള മുന്നണിയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും സംസ്ഥാനത്തിൻ്റെ ഭാവിഭാഗതയെ നിർണ്ണയിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ പങ്ക് അനൽപമാണ്. താൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ പാർട്ടിക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. ചില സന്ദർഭങ്ങളിൽ പ്രായോഗിക രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനും സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം വരെ ആ കാര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഉന്നമനത്തിനും അതിൻ്റെ ഇടതുപക്ഷ ഐക്യത്തിനും വേണ്ടി അദ്ദേഹം നിലകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു. ശ്രീ KG പരമേശ്വരൻ, 1957-ലും 60-ലും ചടയമംഗലത്തെ പ്രതിനിധീകരിച്ച് സഭയിലേക്ക് വെളിയം ഭാർഗവൻ എത്തിയത് പാർട്ടിയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിരുന്നു. അന്ന് തോപ്പിൽ ഭാസിയും വെളിയം ഭാർഗവനും പുനലൂർ രാജശേഖരനും എല്ലാം അടങ്ങുന്ന ഗ്രൂപ്പിനെ സഭയിലെ ജിഞ്ചർ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് മികച്ച വാഗ്മിയും അതോടൊപ്പം തന്നെ നിലപാടുകൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത ധീരതയുമെല്ലാം വെളിയം ഭാർഗവന്റെ വ്യക്തിത്വത്തെ വേറിട്ട് നിർത്തിയിരുന്നു. ആ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾക്ക് ഓർത്തെടുക്കാമോ? ശ്രീ വെളിയം ഭാർഗവൻ നിയമസഭയിലേക്ക് വരുന്നത് 1957-ലും 1970-ലുമാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് 1970 അദ്ദേഹം നിയമസഭാ അംഗമായിരിക്കുമ്പോഴായിരുന്നു. അന്ന് അദ്ദേഹം ആ കൂട്ടത്തിലൊരു ജിഞ്ചർ ഗ്രൂപ്പിൽ പെടുന്ന ആളാണെങ്കിൽ അന്നൊരു തികച്ചും യുവാവാണ്, വളരെ ചെറുപ്പക്കാരനായിരുന്നു. അന്ന് അദ്ദേഹം നിയമസഭയിലെ പിൻനിരക്കാരിൽ ഒരാളായിരുന്നു. പിൻനിരക്കാരനായിരുന്നെങ്കിലും ഒരു മുൻനിര നിയമസഭാ സാമാജികൻ്റെ ആർജവവും ഉൾക്കാഴ്ചയോടും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രവർത്തനങ്ങൾ. നേരത്തെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പാർട്ടി ധാരാളം സമയം അനുവദിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം നല്ലപോലെ ഗ്രഹപാഠം ചെയ്ത്
തന്നെയായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. അല്ലാതെ വന്ന് എന്തെങ്കിലും തോന്നിയത് പറഞ്ഞിട്ട് പോകുന്ന ഒരു നേതാവ്, ഒരു നിയമസഭാ സാമാജികനായിരുന്നില്ല വെളിയം ഭാർഗവൻ. നമ്മൾ തീപ്പൊരി പ്രസംഗം എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ളത് പോലുള്ള ഇതായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. സഭയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുകയോ ഇന്ന് കാണുന്നത് പോലെയുള്ള ബഹളങ്ങൾക്ക് അദ്ദേഹം പങ്കാളിയാകുക ഒരിക്കലും ചെയ്യുന്നില്ല. അന്നത്തെ കാലങ്ങളിൽ അത്തരത്തിലുള്ള ബഹളങ്ങൾ നിയമസഭയിൽ താരതമ്യേന കുറവായിരുന്നു. എന്നാൽ തന്നെയും വളരെ ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നിയമസഭാ സാമാജികൻ, അതേസമയം പ്രഗത്ഭനായ ഒരു പാർലമെൻറ്റേറിയൻ എന്നതിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പെർഫോമൻസ് മുഴുവനും. പരമേശ്വരൻ നായർ, പിന്നീട് ഇടതുപക്ഷ മുന്നണിയിൽ പുതിയ ഘടകകക്ഷികളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് CPM-ഉമായി വലിയ തർക്കങ്ങളുണ്ടായ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് DIC-യുടെ കാര്യത്തിലാണെങ്കിലും അതിനുശേഷം പൊന്നാനി സീറ്റിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ടായപ്പോൾ അദ്ദേഹം എടുത്ത നിലപാടുകൾ അത് എത്രത്തോളം ഇടതുപക്ഷത്തെ ആ പക്ഷത്തേക്ക് തന്നെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ സഹായകരമായിരുന്നു? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് പാർട്ടികളെ, ആ ഇടതുപക്ഷ പാർട്ടികളെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ആ മുന്നണിയുടെ, ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ തന്നെ തൻ്റെ പാർട്ടിക്ക് ദോഷമാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയും ആ അനുകൂലമായ നിലപാടിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പലപ്പോഴും മുന്നണിയുടെ നേതൃയോഗങ്ങൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങളിൽ അദ്ദേഹം വളരെ ഉറച്ച നിലപാട് തന്നെയാണ്. തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ എന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തത്വാധിഷ്ഠിതമായ നിലപാടുകളിലും മുന്നണിയുടെയും തൻ്റെ പാർട്ടിയുടെയും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളിൽ അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല എന്നുള്ളൊരു നേതാവായിരുന്നു അദ്ദേഹം. ശ്രീ ചന്ദ്രശേഖരൻ നായർ, 1964 പിളർപ്പിൽ CPI-ക്കൊപ്പം നിന്ന വെളിയം ഭാർഗവൻ പിന്നീട് അങ്ങോട്ടുള്ള തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPI ആണ് കൂടുതൽ ശരി എന്ന ഉത്തമ ബോധ്യത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതേസമയം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പുനരേകീകരണം എന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലുണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലെല്ലാം തന്നെ CPI-യുടെ അസ്തിത്വം നിലനിർത്തുന്ന തരത്തിൽ കൂടുതൽ ശക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നണിക്കകത്ത് നിലപാടെടുക്കാൻ വെളിയം ഭാർഗവന് കഴിഞ്ഞിട്ടുണ്ട്. ഇടത് പുനരേകീകരണം എന്നത് അതിനുവേണ്ടി എത്രത്തോളം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊണ്ടു നടന്നിരുന്ന ആശയം എന്തായിരുന്നു, അക്കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തിരുന്നു? ഉണ്ടല്ലോ, പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM ഒക്കെ ഒന്നായി തീരണം എന്നുള്ള കാര്യത്തിൽ ഒരു ലക്ഷ്യമായിരുന്നു. അതിപ്പോഴും ലക്ഷ്യമാണ്. അതുകൊണ്ട് ആ കാര്യം നിലനിൽക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ നിലനിൽപ്പും രക്ഷിക്കേണ്ട കടമ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തിരിച്ചു വരാം താങ്കളിലേക്ക്.